ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും വാട്സപ്പ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഫണ്ണിന് അല്ലെങ്കിൽ ഒരു ജോക്കിനൊക്കെ നമുക്ക് നമ്മളുടെ വോയിസ് തന്നെ മാറ്റി, അതായത് വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് വോയിസ് അയക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. വോയിസ് ചേഞ്ചർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതുപോലെ വോയിസ് അയക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനൽ ബിഗിനറായ ചാനലാണ്, അതായത് തുടങ്ങുകയാണ് ഈ ഒരു ചാനൽ. സോ അതുകൊണ്ട് തന്നെ വളരെ സബ്സ്ക്രൈബേഴ്സ് ലോ ആണ്. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ടും പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു വോയിസ് ചേഞ്ചർ ആപ്ലിക്കേഷനാണ്. ഇതുവഴി നമ്മുടെ സോങ് നമുക്ക് പാട്ട് പാടുകയും അത് നമുക്ക് നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല എക്കോ വരുന്ന രീതിയിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ റീസെൻറ്റിലേക്ക് എടുക്കുക. ഓക്കെ, ഞാൻ എൻ്റെ റീസെൻറ്റിൽ ആപ്ലിക്കേഷൻ മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ റീസെൻറ്റിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നമ്മൾ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടിയും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് റീസെൻറ്റ് വെക്കുക. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനാണ് നമുക്കിനി റീസെൻറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചാറ്റ് എടുത്തിട്ടുണ്ട്, അതായത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ചാറ്റിങ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതായത് മുകളിൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. എൻ്റെ മൊബൈൽ ഫോണിൽ ഇതുപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കിതാ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ക്രീനിൽ തന്നെ 2 ആപ്ലിക്കേഷൻ നിലക്ക് നമുക്കിവിടെ 2 ആപ്ലിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് താഴത്തായിട്ട് വോയിസ് ചേഞ്ചർ വിത്ത് എഫക്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മുകളിൽ വാട്സപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താണോ പറയേണ്ടത് ആ ഒരു പറയുന്ന കാര്യം ഈ ഒരു റെക്കോർഡ് ബട്ടൺ ഉണ്ടല്ലോ, ഈ വോയിസ് ചേഞ്ചർ എന്ന ആപ്ലിക്കേഷനിലെ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലേക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളതിലുള്ള പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇവിടെ നിന്ന് പറയുക. ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കങ്ങനെ അത് റെക്കോർഡായി. ശേഷം നിങ്ങൾക്ക് ഇതിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം നമുക്ക് മറ്റൊരു സൗണ്ടിലേക്ക് ഇത് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു എഫക്റ്റിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു ഓപ്ഷനിലേക്കൊക്കെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ പരസ്യം ഉണ്ടാകും. സോ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. ഒരുപാട് നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെൻ്റെ നോർമൽ സൗണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആ ഒരു സൗണ്ട് തന്നെ വ്യത്യസ്ത എഫക്റ്റിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചൈൽഡ് എന്ന എഫക്റ്റിലേക്ക് അതുപോലെ തന്നെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ മാൻ എന്ന് വുമൺ എന്ന സൗണ്ടിലുണ്ട്. അപ്പോൾ മാനിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് വുമൺ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എഫക്റ്റിലേക്ക് നമുക്കിത് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാട്സപ്പിലെ വോയിസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് പ്ലേ ചെയ്ത് കൊടുക്കുക. വുമൺ ആണെങ്കിൽ വുമൺ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് വോയിസ് ആയിട്ട് അയക്കാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്ര, മീഷോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടെലഗ്രാം ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആകുന്ന സമയത്ത്, അതായത് പ്രൈസ് ഡ്രോപ്പ് അലേർട്ട് എന്ന രീതിയിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം ചാനൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്, നമ്മുടെ പ്രൊഡക്റ്റിന് ചില സമയത്ത് പ്രൈസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഒരു 50%, 80% ഒക്കെ പ്രൊഡക്റ്റിന് പ്രൈസ് ഡ്രോപ്പ് ആകുന്ന സമയത്ത് അങ്ങനെ വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ടെലഗ്രാം ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് ബൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.